കരുണാസമ്പന്നനായ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നമുക്ക് പിന്നെയും ഒരുമിച്ചായിരിക്കാൻ കഴിയുന്നതല്ലോ. കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. വേഗത്തിൽ നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 7, 8, 9 വാക്യങ്ങളാണ്. നമ്മൾ അവിടെ കാണുന്നത് കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ചാണ്. മാരേജ് ഓഫ് ദ ലാംബ്. നമ്മൾ ഇന്നലെ കണ്ടു 3 ഘട്ടങ്ങളിലായിട്ടാണ് യഹൂദന്മാരുടെ വിവാഹം നടക്കാറ്. ഒന്നാമത്തേത് ബിട്രോത്തൽ അഥവാ വിവാഹ നിശ്ചയമാണ്. വിവാഹ നിശ്ചയത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് ഇരു വിഭാഗങ്ങളും, മണവാളന്റെയും മണവാട്ടിയുടെയും ചെറുക്കന്റെയും പെണ്ണിന്റെയും, അവർ തമ്മിൽ കാണുകയും കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കുകയും വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതിന് പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ചെറുക്കൻ അല്ലെങ്കിൽ ചെറുക്കന്റെ മാതാപിതാക്കൾ സ്ത്രീധനം എന്ന വണ്ണം, ബ്രൈഡ് പ്രൈസ്, ബ്രൈഡ് മണി എന്ന വണ്ണം എന്തെങ്കിലുമൊക്കെ നൽകുന്നു. ഈ 2 കാര്യങ്ങൾ കൊണ്ട് വിവാഹം നിശ്ചയിക്കുന്നു, ഉറപ്പിക്കുന്നു. അത് ഏതാണ്ട് വിവാഹം നടക്കുന്നതിനോട് തത്തുല്യമാണ്. ആ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി തൻ്റെ രക്തം സ്ത്രീധനമായിട്ട് നൽകി വിവാഹം ഉറപ്പിച്ചു. നമ്മൾ വ്യക്തിപരമായി യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ഈ 2 സംഭവങ്ങൾ, ഒന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു, തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രൂശിൽ മരിച്ചു, തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഒഴുക്കിത്തന്നു, ഊറ്റിത്തന്നു. 2, അത് തിരിച്ചറിഞ്ഞ് നമ്മൾ യേശുവിൽ വിശ്വസിക്കുകയും നമ്മെ തന്നെ യേശുവിൻ്റെ കർത്തൃത്വത്തിനായിട്ട് സമർപ്പിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അതേപ്പറ്റിയാണ് പൗലോസ്ലീഹ കൊരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനത്തിൽ പറഞ്ഞ് നമ്മൾ കാണുന്നത്. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ ഏൽപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞു. സാധാരണ യഹൂദന്മാർക്കിടയിൽ വിവാഹ നിശ്ചയം അഥവാ ബിട്രോത്തൽ കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് വിവാഹം നടക്കുക. അപ്പോൾ വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഇടയിൽ ഇങ്ങനെ കുറഞ്ഞ പക്ഷം 1 വർഷത്തെ ഇടവേളയുണ്ട്, ഗ്യാപ്പുണ്ട്. അതിനുശേഷമാണ് വിവാഹം, ദ മാരേജ് സെറിമണി നടക്കുന്നത്. ഇതിന് ശേഷം മാരേജ് സെറിമണി, ആ മാരേജ് സെറിമണിയിൽ സംഭവിക്കുന്നത് ഏതാണ്ടൊക്കെ ഈ നോർത്ത് ഇന്ത്യയിൽ ഉള്ളതുപോലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കിടയിൽ ഉള്ളതുപോലെ. പെണ്ണിന്റെ വീട്ടിൽ വെച്ചാണ് വിവാഹം നടക്കുക. ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിലേക്ക്, മണവാട്ടിയുടെ വധുവിന്റെ വീട്ടിലേക്ക് വരിക. അതുപോലെ യഹൂദന്മാരുടെ വിവാഹത്തിൽ സംഭവിക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം, ഏകദേശം 1 വർഷത്തിന് ശേഷം, 365 ദിവസം എന്ന കണക്കൊന്നുമില്ല, ഏകദേശം 1 വർഷത്തിന് ശേഷം മണവാളൻ തൻ്റെ അടുത്ത സ്നേഹിതരെയും കൂട്ടിക്കൊണ്ട്, മെയിൽ ഫ്രണ്ട്സ്, തൻ്റെ അടുത്ത സ്നേഹിതരെയും കൂട്ടിക്കൊണ്ട് മണവാട്ടിയുടെ വധുവിന്റെ വീട്ടിലേക്ക് വരിക. വളരെ ആഘോഷപൂർണമായി
മിക്കവാറും രാത്രിയിലാണ് വരിക. അങ്ങനെയാണെങ്കിൽ വിളക്കുകളുടെ അകമ്പടിയോടുകൂടെ ആയിരിക്കും. മണവാട്ടിക്ക് നേരത്തെ തന്നെ അറിവ് കൊടുത്തിട്ടുണ്ടാവും. സമയത്തെക്കുറിച്ച് അറിയില്ല, ഏകദേശം ദിവസത്തെക്കുറിച്ച്. അവൾ അതുകൊണ്ട് ഒരുങ്ങിയിരിക്കും. അവൾക്ക് വേറെ ഒരു ബിസിനസ്സും വേറെ ഇല്ലല്ലോ, അവൾക്ക് വേറെ ഒരു പരിപാടിയില്ല, ഈ ഒരൊറ്റ കാര്യമുള്ളൂ. അവൾ അതുകൊണ്ട് തികഞ്ഞ ഏകാഗ്രതയോടെ ഇരിക്കും. ആ പശ്ചാത്തലമാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. അവൾക്ക് വേറെ ഒരു വിഷയത്തിലും ശ്രദ്ധയില്ല, ഒറ്റ ശ്രദ്ധയുള്ളൂ, മണവാളന്റെ ആർപ്പുവിളി എപ്പോൾ കേൾക്കും. കാരണം ഈ വധുവിന്റെ വീടിനോടടുക്കുമ്പോൾ മണവാളന്റെ തോഴ്മക്കാർ എല്ലാവരും കൂടെ ആർപ്പിടും. ആ ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് മണവാട്ടിക്ക്, വധുവിന്, അവളുടെ കൂടെ ഉള്ളവർക്ക് മനസ്സിലാകും മണവാളൻ വന്നു, മണവാളൻ വന്നു. മത്തായി 25-ാം അധ്യായം 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറയുന്ന ഉപമ ഓർമ്മയുണ്ടല്ലോ, സ്തോത്രം, 10 കന്യകമാരുടെ ഉപമ. അപ്പൊ അവിടെ അതേപോലെ തന്നെ ഈ മണവാട്ടി, വധുവും അവളുടെ തോഴിമാരുമായിട്ട് കാത്തിരിക്കും. അപ്പോൾ മണവാളൻ വരുന്നത് തോഴ്മക്കാരുമായിട്ടാണ്, മണവാട്ടി കാത്തിരിക്കുന്നത് തൻ്റെ തോഴിമാരുമായിട്ടാണ്. ഓർമ്മ കാണുമല്ലോ, ഉപവാസത്തെക്കുറിച്ച്, തൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെ കുറിച്ച് പരീശന്മാർ യേശുവിനെ ചോദ്യം ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം, പറഞ്ഞു സുജയ. മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കുവാൻ കഴിയില്ല. സ്തോത്രം. അപ്പോൾ മണവാളനോട് കൂടെ തോഴ്മക്കാരുണ്ട്, മണവാട്ടിയോടുകൂടെ തോഴിമാരുണ്ട്. മത്തായി 25-ാം അധ്യായത്തിൽ പറയുന്ന 10 കന്യകമാർ, നമ്മൾ നേരത്തെ പണ്ട് നമ്മുടെ കൂടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്ക് ഓർമ്മ കാണും. 10 കന്യകമാർ ആരെക്കുറിച്ചല്ല പറയുന്നത്? സഭയെക്കുറിച്ചല്ല, പകരം മണവാട്ടിയുടെ തോഴിമാരെ കുറിച്ചാണ്. മണവാട്ടിയുടെ തോഴിമാരെ കുറിച്ച്. ഞാൻ ഇസ്രായേലിൽ പോയിട്ടില്ല, എന്നാൽ ഇസ്രായേലിൽ ഈ കാലങ്ങളിലും പോയി വരുന്നവരിൽ നിന്നും ഞാൻ അറിഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇസ്രായേലിലെ വിവാഹം എന്നാണ്. ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത്. ഇപ്പൊ മണവാളൻ വരുമെന്ന് പറഞ്ഞ സമയത്തിന് വേണ്ടിയിട്ട് മണവാട്ടി തോഴികളുമായി കാത്തിരിക്കും. മണവാളൻ വരുമ്പോൾ ഒരു ആർപ്പുവിളിയുണ്ട്. ഈ ആർപ്പുവിളി കേട്ടിട്ട് തോഴിമാര് വിളക്കുകളുമായിട്ട് ഈ മണവാളനെ എതിരേൽക്കുവാൻ, സ്വീകരിക്കുവാനായിട്ട് പുറപ്പെടും. ഈ മണവാളൻ വിവാഹം കഴിക്കുവാനായിട്ട് വരുമ്പോൾ, വധുവിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ, ഈ പറഞ്ഞതുപോലെ മണവാളനോടൊപ്പം തൻ്റെ തോഴന്മാരുണ്ടാകും, മണവാട്ടിയോടൊപ്പം തോഴികളും. ഈ വിശേഷിച്ച് ഇവർക്ക് വിളക്കുമായി, ഞാൻ പറഞ്ഞല്ലോ രാത്രിയിലായിരിക്കും ഇവർ വരിക. മിക്കവാറും ഇരുട്ട് തുടങ്ങിയ ശേഷമായിരിക്കും മണവാളൻ വരിക. നിർബന്ധമില്ല, എന്നാലും പൊതുവെ അങ്ങനെയാണ്. അതിന് പ്രത്യേകിച്ച് കാരണം, എതിരേൽക്കുന്ന തോഴ്മക്കാർ വരേണ്ടത് വിളക്കുകളുമായിട്ടാണ്.
ഒന്നുകിൽ അവിടെ പരാമർശിക്കുന്നത് പോലെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കുകൾ ഉണ്ടാകാം. അതുമല്ലെങ്കിൽ തീപ്പന്തം പോലെ, കമ്പിന്മേൽ ചുറ്റി തീ കത്തിക്കുന്ന ചെറിയ പന്തം പോലെ, രണ്ടിനായാലും എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിന് എക്സ്ട്രാ ആയിട്ട്, കൂടുതലായിട്ട് എണ്ണ വേറൊരു പാത്രത്തിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ട് തരത്തിലുള്ള വിളക്കുകളായിരുന്നു അവർ ഉപയോഗിക്കുമായിരുന്നത്. അങ്ങനെ മണവാളനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് വരുന്ന തോഴ്മക്കാരുടെ കൈവശം വിളക്കുകൾ ഉണ്ടാവണം. അത് വരുന്നവര് തന്നെയാണ് കൊണ്ടുവരേണ്ടത്. മണവാളനോ മണവാട്ടിയോ ഇവിടെ ഒന്നും കൊടുക്കത്തില്ല. എതിരേൽക്കാൻ വരുന്നവർ അല്ലെ നിയമിക്കപ്പെട്ടവര് തന്നെ അത് കരുതിയിരിക്കണം. ഈ രണ്ടു തരത്തിലുള്ള വിളക്കുകൾ അവരുടെ പക്കൽ ഉണ്ടാകാം. അത് വെച്ചുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഒരാളുടെ കയ്യിൽ വിളക്കില്ല എങ്കിൽ അത് മണവാളനെ പരിഹസിക്കുന്നതിന് തുല്യമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ എണ്ണയില്ലാതെ കെട്ടുപോയ വിളക്കുകൾ എന്ന് വെച്ചാൽ വിളക്കില്ലാതെ മണവാളന്റെ അടുക്കൽ പോകാൻ ഇവർക്ക് കഴിയാതിരുന്നത്. അത് സഭയെക്കുറിച്ചല്ല പറയുന്നത്. സഭ എന്ന മണവാട്ടി, അന്നും ഞാൻ പറഞ്ഞത് കാര്യമാണ്, ക്രിസ്തുവിന് 10 മണവാട്ടികളൊന്നുമില്ല, ഒറ്റ മണവാട്ടിയുള്ളൂ. ഇവിടെ 10 കന്യകമാർ മണവാട്ടികളല്ല, കന്യകമാരാണ് ശരിയാ, പക്ഷേ അവര് മണവാട്ടികളല്ല. കാരണം ക്രിസ്തുവിന് അല്ലെങ്കിൽ ഏതൊരു മണവാളനും ഒറ്റ മണവാട്ടിയേ ഉള്ളൂ. ആ മണവാട്ടിയോട് കൂടെ വരുന്ന കന്യകമാർ ധാരാളം പേരുണ്ടാവാം. അപ്പോ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിവാഹമാണ്. ആ വിവാഹത്തിൽ മണവാളൻ വരുന്നു, മണവാട്ടിയുടെ വീട്ടിൽ, വധുവിന്റെ വീട്ടിൽ പറഞ്ഞ സമയത്ത് വരുന്നു. കൃത്യസമയം അറിയാത്തത് കൊണ്ട് എപ്പോൾ വരും എന്ന് കാത്തിരിക്കുന്നു. വന്ന് വളരെ ആഘോഷപൂർവമായി ഈ വധുവിനെയും കൂട്ടിക്കൊണ്ട് മണവാളനും കൂട്ടരും അപ്പന്റെ ഭവനത്തിൽ ഒരുക്കിയിരിക്കുന്ന മണവറയിലേക്ക് പോകുന്നു. അപ്പന്റെ വീട്ടിൽ ചെന്ന് വിവാഹം കഴിക്കുന്നു. പയ്യൻ, മണവാളൻ അല്ലെങ്കിൽ വരൻ വന്ന് വധുവിനെ വധുവിന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് വിവാഹം കഴിയുന്നു. വിവാഹം ഇവിടെ വച്ചല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് അവിടെ വെച്ച് കല്യാണം കഴിയുകയാണ്. എന്നാൽ യഹൂദ വിവാഹങ്ങളിൽ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് വരന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് വിവാഹം നടക്കുന്നത്. നല്ല ഉദാഹരണമാണ് ഇസഹാക്കിന്റെ കല്യാണം. പോയി പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അവളെയും കൊണ്ട് വരന്റെ വീട്ടിലേക്ക് വരിക. വരന്റെ വീട്ടിൽ വെച്ചായിരുന്നു, അപ്പന്റെ ഭവനത്തിൽ വെച്ചായിരുന്നു വിവാഹം. ആ വിവാഹത്തിനകത്ത് വിവാഹ കർമ്മമുണ്ട്. ഉടമ്പടി നേരത്തെ ഒപ്പുവെച്ചതാ. ഉടമ്പടി നേരത്തെ ഒപ്പുവെച്ചു, വിവാഹ നിശ്ചയ ദിവസം തന്നെ. എന്നിട്ട് അന്നേ ദിവസം ആ ഉടമ്പടി പൂർത്തീകരിക്കുകയാണ്. ഇസഹാക്ക് റിബേക്കയെ കൂട്ടിക്കൊണ്ട് കൂടാരത്തിലേക്ക് പോയി. അവൻ അവളെ പരിഗ്രഹിച്ചു. അങ്ങനെ അവൾ അവന് ഭാര്യയായി തീർന്നു എന്നാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിവാഹത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. ഈ മണവാളന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട്
അവർ ഭാര്യാഭർത്താക്കന്മാരായി തീരുകയാണ്. അപ്പോൾ ഈ മണവറയ്ക്ക് പുറത്ത് വലിയ ആഘോഷങ്ങൾ നടക്കുക, രണ്ടു കൂട്ടരുടെയും, പ്രത്യേകിച്ച് ചെറുക്കന്റെ കൂട്ടർ വലിയ ആഘോഷങ്ങൾ നടത്തുക. ഇവർ മണിയറയിൽ ഭാര്യാഭർത്താക്കന്മാരായി തീർന്ന വിവരം പുറത്തു വന്ന് ഇവരെ മണവാളന്റെ കൂട്ടരെ അറിയിക്കുമ്പോൾ അവിടെ എന്തെന്നില്ലാത്ത സന്തോഷവും ആഘോഷവും ഉണ്ടാകുന്നു. ഭയങ്കര സന്തോഷം. ഇതിനെയാണ് വിവാഹം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ കർത്താവ്, സ്തോത്രം, ഈ അർത്ഥത്തിലാണ് യോഹന്നാൻ 14 ആദ്യ വാക്യങ്ങൾ, വിശേഷിച്ച് 3-ാം വാക്യം പറഞ്ഞത്. എന്താ കർത്താവ് പറഞ്ഞത്? എന്റെ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. സ്തോത്രം. യഹൂദ വിവാഹ പശ്ചാത്തലത്തിലാണ് അക്കാര്യം കർത്താവ് പറഞ്ഞത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഒന്നുകിൽ അപ്പന്റെ വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ വേറെ ഈ മണവാളൻ അവനും മണവാട്ടിക്കും കൂടെ കഴിയേണ്ടതിന് ഒരു വീടൊരുക്കുക പതിവായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. സ്ഥലം ഒരുക്കിയാൽ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്തിനാ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. ഇതുപോലെ വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനുമിടയിൽ ഒരു നല്ല കാലദൈർഘ്യം ഉള്ളതുപോലെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സ്ത്രീധനമായി തൻ്റെ രക്തം ചിന്തിയതിനും നമ്മൾ വ്യക്തിപരമായി യേശു കർത്താവുമായി ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നതിനും ആ വിവാഹ കർമ്മത്തിൽ ഒന്നു ചേരുന്നതിനും ഇടയിൽ ഒരു നല്ല ഇടവേളയുണ്ട്. ആ ഇടവേളയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ താമസം വിന നമ്മുടെ മണവാളൻ തൻ്റെ തോഴ്മക്കാരുമായി വരും. വന്നിട്ട്, സ്തോത്രം, നമ്മളെ, തൻ്റെ മണവാട്ടിയെ, തൻ്റെ വധുവിനെ അപ്പന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ വച്ചാണ് ഇവർ തമ്മിലുള്ള യൂണിയൻ, സ്തോത്രം, ഇവർ തമ്മിലുള്ള ആ ആത്മബന്ധത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതാണ് സഭയുടെ ഉൽപ്രാവണം, ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. സ്തോത്രം. അതിനാണ് പൗലോസ്ലീഹ അതേ അർത്ഥത്തിൽ പറഞ്ഞത് 1 തെസലോനിക്കർ 4:13 മുതൽ കൊണ്ട് വിശേഷിച്ച് 16-17 വാക്യങ്ങൾ. സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, വെറുതെ മിണ്ടാതെയല്ല വരുന്നത്, സ്തോത്രം, ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഒറ്റയ്ക്കല്ല വരുന്നത്, സ്തോത്രം, സ്വർഗീയ സൈന്യവും നമ്മുടെ കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കും. സ്തോത്രം. വന്ന് രക്തം മറുവിലയായി തന്ന് വിവാഹ നിശ്ചയം ചെയ്ത, സ്തോത്രം, തന്നോട് ഈ യാഗത്തിലൂടെ ഉടമ്പടി ചെയ്ത, തന്നോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും തന്നെ തന്നെ സൂക്ഷിക്കുന്ന തൻ്റെ വിശുദ്ധ സഭ എന്ന കന്യകയെ, മണവാട്ടിയെ കർത്താവ് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എവിടേക്കാ പോകുന്നത്? അപ്പന്റെ ഭവനത്തിലേക്ക്. സ്തോത്രം. പിതൃസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് മേഘങ്ങളിൽ പ്രത്യക്ഷനാകുവാൻ പോകുന്നത്. സ്തോത്രം. ആ വിവാഹമാണ്, ആ മാരേജ് ഓഫ് ദ ലാംബ് ആണ് റാപ്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ ഉൽപ്രാപണം. സ്തോത്രം. മരിച്ച വിശുദ്ധന്മാരെ അക്ഷയരായിട്ട്
ഉയർപ്പിച്ചുകൊണ്ട്, സ്തോത്രം, അക്ഷയരായി ഉയർപ്പിച്ചുകൊണ്ട്, സ്തോത്രം, പോകുന്നു. നമുക്കറിയാമല്ലോ, ജീസസ് ഈസ് കോൾഡ് ദ ലാസ്റ്റ് ഏഡം. അവസാനത്തെ, ഒടുക്കത്തെ ആദാമായിട്ടാണ് യേശു അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ആദമിനെ നമുക്കറിയാം, മണ്ണുകൊണ്ടുള്ളവനായിരുന്നു. ഈ ആദാം എപ്പോഴെങ്കിലും എനിക്ക് ഒരു കല്യാണം കഴിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞിരുന്നോ? ഇല്ല. അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ഒന്നാമത്തെ ആദമിന്റെ ആവശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പിതാവായ ദൈവം, സ്രഷ്ടാവായ ദൈവം അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുത്തു. ആ ഹവ്വായെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ആദം പറഞ്ഞ കാര്യം നമുക്കറിയാം. ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം. എന്ന് വെച്ചാൽ ആദമിൽ നിന്ന് ഹവ്വയെ ആദാമിനെ പോലെ ഉണ്ടാക്കി കൊടുത്തു, സമമായി തീർന്നു. ഇതുപോലെ ഒടുക്കത്തെ ആദമായ ക്രിസ്തു, സ്തോത്രം, തനിക്കൊരു മണവാട്ടിയെ ദൈവം ഒരുക്കിയപ്പോൾ വിവാഹ ദിവസം യേശുവും നമ്മെ നോക്കി ഇത് തന്നെ പറയും എന്ന് നമുക്ക് അനുമാനിക്കാം. എന്താ? നാമും ആരെ പോലെ ഇരിക്കും? സ്വർഗീയന്റെ പ്രതിമ പോലെ. ഹല്ലേലൂയ. യാ, അടുത്തെങ്കിലും വായിച്ച സുജേ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 43 മുതൽക്കുള്ള വാക്യങ്ങളാണ്. എന്നാൽ അതിന്റെ 45-ന് ശേഷം വായിക്കാം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ അവിടെ ഒന്ന് നിൽക്കണേ സുജേ. അവിടെ ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഞാനും പണ്ട് തെറ്റിദ്ധരിച്ചൊരു വാക്യം അത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണേ, ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചുകൊണ്ട് ആത്മീയമൊക്കെ പിന്നെ മതി എന്ന് ഒരിക്കൽ ചിന്തിച്ചിരുന്നു. എൻ്റെ ടീനേജിലാണ്, രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുമ്പാ. അങ്ങനെ ചിന്തിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് പറയാം, അവിടെ പ്രാകൃതം എന്ന് പറയുന്നത് ഒന്നാം ആദാമിന്റെ ഫിസിക്, ശരീരത്തെ കുറിച്ചാകട്ടോ. പ്രാകൃത അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും ഉണ്ടാക്കപ്പെട്ട ആദാമാണ് ഒന്നാമത്തേത്. ആത്മീയ ആദമായ ക്രിസ്തു പിന്നെ എന്നർത്ഥമാണ് അവിടെ. അല്ലാതെ പ്രാകൃതവും ജഡീയവും ലൗകികവും ഒക്കെ ആദ്യം വേണമെന്ന അർത്ഥത്തിൽ ആരും അതിനെ തെറ്റിദ്ധരിക്കരുത്. ശരി, അടുത്ത് വായിച്ചു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ. ഒന്ന്, നാം ഒന്നാമത്തെ ആദാമിനെ പോലെ പ്രാകൃത, നാച്ചുറൽ ആദമിനെ പോലെ ഇപ്പോൾ ആയിരിക്കുന്നു. ഇതുപോലെ നാം ആരുടെ പ്രതിമയും ധരിക്കും? സ്വർഗീയനായ യേശു ക്രിസ്തുവിന്റെ പ്രതിമയും ധരിക്കും. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഈ ആദമിൽ നിന്ന് അതേ അസ്ഥിയും മാംസവുമായി ഹവ്വായെ സൃഷ്ടിച്ചു കൊടുത്തതുപോലെ സ്വർഗീയനായ, ആത്മീയനായ, തേജോമയനായ, മഹിമാസമ്പൂർണനായ ഒടുക്കത്തെ ആദാമിനെ പോലെ തന്നെ ആ ഒടുക്കത്തെ ആദാമിന്റെ മണവാട്ടിയായ സഭയും തീരും. സ്തോത്രം. ഹല്ലേലൂയ. എത്ര ആനന്ദകരമായ അനുഭവമാണ് ആ വിവാഹം എന്ന് ഓർത്ത് നോക്കിക്കേ. അതുകൊണ്ടാണ് എബ്രായർ 2:10
അപ്പോസ്തലൻ പറഞ്ഞത് സകലത്തിനും ലാക്കും, സകലത്തിനും ഭൂതനുമായ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. സ്തോത്രം. ഇങ്ങനെ സ്ത്രീധനം തന്നത് ഇതിനു വേണ്ടിയാ. സ്തോത്രം. അനേകം പുത്രന്മാരെ ദൈവം തേജസ്സിലേക്ക് നടത്തുകയാ. കാരണം തൻ്റെ തേജോമയനായ കുമാരന് വേണ്ടി ഒരു മണവാട്ടിയെ വേണം. സ്തോത്രം. നമ്മുടെയൊക്കെ സാധാരണ വിവാഹവേദികളിൽ പോലും നമ്മളൊക്കെ കമന്റ് പറയുന്നവരാ. നമ്മളെ കല്യാണത്തിന് വിളിച്ചത് വന്ന് കണ്ട് ഉണ്ടിട്ട് പോകാനാ, വേറെ ഒന്നിനുമല്ല. ഫ്രീ ആയിട്ട് തരുന്ന ആഹാരമാ. അതിനിച്ചിരി ഉപ്പോ എരിയോ ഒക്കെ കുറഞ്ഞാലും പരാതിയൊന്നും പറയണ്ട, കഴിച്ചിട്ട് പോകാനാ നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ടാ പലരും വിവാഹത്തിന് പോകുമ്പോഴും റിസപ്ഷന് സമയത്തേക്കൊക്കെ എത്താറുള്ളൂ. കല്യാണത്തിന് സാക്ഷികളാകാൻ, വിറ്റ്നസിങ്ങിന് പോലും എത്താറില്ല. പോകട്ടെ. അങ്ങനെ ഉണ്ണാൻ മാത്രം വിളിക്കപ്പെട്ട നമ്മളും ചെന്നിട്ട് പെണ്ണിനെയും ചെറുക്കനെയും കൂടെ നോക്കും. ഓ പോരാ, പയ്യനാ നല്ലത്, ഓ അവനാ നിറം, അവള് പോരാ. പിന്നെ വീട്ടുകാരെ നോക്കും. ഓ അവിടെ അപ്പനും അമ്മയും ഇച്ചിരി രണ്ട് കുറവുണ്ട്, ഒക്കെ നമ്മൾ കമന്റ് പറയും. നമ്മുടെ ഓരോ അഭിപ്രായത്തിനും അവിടെ വിലയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വെറും ഉണ്ണാൻ വിളിക്കപ്പെട്ടവർ പോലും ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നു, ഒരു പൊതുവായ നോമുണ്ട്, ഒരു പൊതുവായ രീതിയുണ്ട്, ചെറുക്കന് ചേരുന്ന പെണ്ണ് വേണമെന്ന്. അത് നമ്മൾ നോക്കും. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഒരു മഹാരാജാവ് തൻ്റെ ഏകജാതനായ രാജകുമാരനു വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കുമ്പോൾ നിർബന്ധമുണ്ട് ആ മണവാട്ടിയും അവനെ പോലെ തന്നെ തേജോമയ ആയിരിക്കണം, പരിപൂർണയായിരിക്കണം, ഊനമില്ലാത്തവളായിരിക്കണം. സ്തോത്രം. തേജസ്സുറ്റവളായിരിക്കണമെന്ന്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5:25-26 ഒന്ന് വായിച്ചോളൂ, പരിചയമുള്ളതാണെങ്കിലും. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതിലെ ഒരു പ്രയോഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. സ്തോത്രം. സഭയെ തനിക്കുതാൻ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. സ്തോത്രം. കാരണം അവൻ തേജോമയനാ. സൂര്യൻ ലജ്ജിക്കുമാറ് തേജോമയനായ നമ്മുടെ കർത്താവ്. സ്തോത്രം. നക്ഷത്രങ്ങൾ ലജ്ജിക്കുമാറ് മഹിമാപൂർണനായ നമ്മുടെ കർത്താവ്. സ്തോത്രം. സഭയെയും വേളി കഴിക്കുവാൻ കൊണ്ടുചെല്ലുമ്പോൾ സ്തോത്രം, അവളും അവനെ പോലെ മഹിമ ധരിച്ചവളായിരിക്കും. അതുകൊണ്ടും കൂടെയാണ് അവളുടെ വീടായ ലോകത്തിൽ വെച്ച്, ഭൂമിയിൽ വെച്ച് വിവാഹം നടത്താത്തത്. സ്തോത്രം. നമ്മളെ തന്നോട് അനുരൂപരാക്കി തീർക്കണമെങ്കിൽ താൻ വസിക്കുന്ന ഇടത്തേക്ക് നമ്മെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. സ്തോത്രം. ഇവിടേക്ക് മുമ്പ് വന്നപ്പോൾ അവൻ രൂപം മാറിയാ വന്നത്. നമ്മളെപ്പോലെ തൻ്റെ ദൈവത്വത്തിൻ്റെ
മഹത്വത്തെ മറച്ചു വെച്ചുകൊണ്ട്, തൻ്റെ ദൈവത്വത്തിന്റെ മഹത്വത്തെ അല്പസമയത്തേക്ക് ഉരിഞ്ഞു വെച്ചിട്ട്, ഉപേക്ഷിച്ചിട്ടല്ല, ദൈവത്വം വിട്ടിട്ടും അല്ല, ആ ദൈവത്വത്തിന്റെ ഗ്ലോറി, ആ മഹത്വത്തെ മനുഷ്യത്വം കൊണ്ട് പൊതിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ വസിക്കുന്ന ഭൂമിയിലേക്ക് നമ്മുടെ മണവാളൻ വന്നപ്പോൾ അവൻ നമ്മെപ്പോലെ വന്നു. എന്നാൽ കല്യാണത്തിന്, ഉറപ്പിനാന്ന് വന്നത് കേട്ടോ, ഉറപ്പിന് വന്ന, സ്ത്രീധനം തരാൻ വേണ്ടി വന്നതാ. അന്ന് നമ്മളെപ്പോലെ വന്നു. എന്നാൽ കല്യാണത്തിന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. കാര്യം എന്താ? സ്തോത്രം. നമ്മളെ അവനോട് അനുരൂപരാക്കിയാണ് പിതാവിന്റെ ഭവനത്തിലേക്ക് ചേർക്കുന്നത്. സ്തോത്രം. അതിവിടെ വെച്ച് പറ്റത്തില്ല. ഈ ഭൂമിയിൽ വെച്ചത് സാധ്യമല്ല. പിന്നീട് പറ്റും, പക്ഷെ അന്ന് അത് സാധ്യമല്ല. അതുകൊണ്ട് കർത്താവ് വന്ന് നമ്മളെ തൻ്റെ അടുക്കലേക്ക് തൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ്. അങ്ങ് കൊണ്ടുപോയി അപ്പന്റെ ഭവനത്തിൽ, സ്തോത്രം, നമ്മെ തന്നോട് അനുരൂപരാക്കി വേളി കഴിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ഭാഗം, വിവാഹ കർമ്മം, ദ മാരേജ് സെറിമണി. മാരേജ് സെറിമണി. മൂന്നാമത്തെ ഭാഗമാണ് വിവാഹ വിരുന്ന്. സ്തോത്രം. മാരേജ് ഫീസ്റ്റ്. മാരേജ് ഫീസ്റ്റ്, വിവാഹ വിരുന്ന്. 5 മുതൽ 7 ദിവസം വരെയാണ് വിവാഹ വിരുന്ന് നടക്കാറ്. 5 to 7 days they celebrate, when they enjoy the feast of marriage. സ്തോത്രം. അത് കൊടുക്കുന്നതും ചെറുക്കന്റെ അപ്പന. മത്തായി 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു രാജാവ് തൻ്റെ മകന്റെ വിവാഹ വിരുന്നൊരുക്കി. സ്തോത്രം. മകന്റെ വിവാഹ വിരുന്ന് അപ്പനാണ് ചെലവ് ചെയ്ത് നടത്തുന്നത്. അത് പൊതുവെ അപ്പന്റെ വീട്ടിൽ വെച്ചായിരിക്കും നടത്തുക. 5 മുതൽ 7 ദിവസം വരെയാണ് അത് നീണ്ടു നിൽക്കുന്നതും. സ്തോത്രം. ഇവിടെ വിവാഹത്തിന് ശേഷം ആ വിരുന്നിന്റെ ആഘോഷമാണ്. വിരുന്നിന്റെ ആഘോഷമാണ്. സ്തോത്രം. അതിൽ നമ്മൾ ക്ഷണിതാക്കളാണോ? അല്ല. വി ആർ നോട്ട് ഇൻവൈറ്റീസ്. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാര് പലപ്പോഴും അതിൽ തെറ്റിക്കാറുണ്ട്. വിവാഹത്തിന് ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇല്ലില്ല, നമ്മൾ ക്ഷണിതാക്കളല്ല. ക്ഷണിതാക്കള് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഊണ് കഴിച്ചിട്ട് പോകാനുള്ളവരാ, അല്ലെങ്കിൽ ഉണ്ണാൻ വേണ്ടി മാത്ര. എന്നാൽ സഭ ക്ഷണിതാക്കളല്ല, സഭ മണവാട്ടിയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആരാണ് ക്ഷണിക്കപ്പെടുന്നവർ? നാം അവിടെ വായിക്കുന്നുണ്ടല്ലോ 19-ന്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ, കുഞ്ഞാടിന്റെ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. അതിലെ ക്ഷണിതാക്കൾ ആരൊക്കെയാണ്? യോഹന്നാൻ സ്നാപകൻ തന്നെ പറയുകയുണ്ടായി. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 3-ന്റെ 29-ാമത്തെ മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. എന്നാൽ മണവാളന്റെ തോഴൻ മണവാളന്റെ സ്വരം കേട്ടിട്ട് കിട്ടിയില്ലേ? 3:29. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. അപ്പൊ യോഹന്നാൻ തന്നെത്താൻ അവിടെ മണവാളന്റെ സ്നേഹിതൻ, തോഴ്മക്കാരനായിട്ട് പറയുകയാണ്. സ്തോത്രം.
യോഹന്നാൻ 3:29 പറഞ്ഞത്. അപ്പം തോഴ്മക്കാരനായി അല്ലെങ്കിൽ മണവാളന്റെ സ്നേഹിതനായി നിൽക്കും. അങ്ങനെയെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും, യോഹന്നാൻ സ്നാപകൻ ഉൾപ്പെടെയുള്ള പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും, 2 മഹാപീഡനകാല വിശുദ്ധന്മാരെല്ലാവരും, ഈ 2 കൂട്ടരെ കൂടാതെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്ന ഇതര ജാതി മതസ്ഥർ ഒരുപക്ഷെ കാണാം. അവരും എല്ലാവരും, അതായത് സഭ ഒഴികെ, മണവാട്ടി ഒഴികെ, ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്ന എല്ലാ വിശുദ്ധന്മാരും ഉൾപ്പെടുന്ന സമൂഹമാണ് മണവാളന്റെ വിവാഹത്തിന് വേണ്ടി ക്ഷണിക്കപ്പെടുന്നവർ. സ്തോത്രം. അപ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. എങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം ഒന്ന് പിരിച്ചു പറയുന്നു, ഒന്ന് തിരിച്ചു പറയുന്നു എന്ന് മാത്രം. ആരാണ് മണവാളൻ, ആരാണ് മണവാട്ടി? ഇവിടെ മണവാളൻ കുഞ്ഞാടാണെന്ന് പറയുന്നുണ്ട്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് കുഞ്ഞാട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവാണെന്ന് ഏതാണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ 28 പ്രാവശ്യം യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അഥവാ ക്രിസ്തു അറുക്കപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 2 യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാടായി ചിത്രീകരിച്ചു. പത്രോസും തന്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ തന്നെ. അപ്പൊ അവിടെയും കുഞ്ഞാടെന്ന് ക്രിസ്തുവിനെ പറയുന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ അപ്പോസ്തോലൻ, പൗലോസ്, പത്രോസ് അപ്പോസ്തോലന്മാർ യേശുവിനെ ദൈവ കുഞ്ഞാടായി ചിത്രീകരിക്കുന്നു. അതുകൊണ്ട് വെളിപ്പാട് 19-ന്റെ 7-ാം വാക്യാടിസ്ഥാനത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കല്യാണം അഥവാ മണവാളൻ ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കാം. 1-2 റെഫറൻസുകൾ കൂടെ വേഗത്തിൽ വായിപ്പിക്കുന്നില്ല, പറഞ്ഞ് ഞാൻ പോകാം. സമയം നമ്മുടെ ഇത് കഴിഞ്ഞുവല്ലോ. സ്തോത്രം. നാം അവിടെ കാണുന്നത് മുമ്പേ ഞാൻ പറഞ്ഞ മത്തായി 9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലും മാത്യു 9:15 and 25:1 അവിടങ്ങളിൽ ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവാണ് മണവാളനെന്ന്. തോഴ്മക്കാരുടെ കാര്യം പറഞ്ഞതും പിന്നെ രാജകുമാരന്റെ വിവാഹ വിരുന്നിനെ കുറിച്ച് പറഞ്ഞതും അതിൽ കൂടെ യേശു കർത്താവ് തന്നെ താനാണ് മണവാളൻ എന്ന് പറഞ്ഞിരിക്കുന്നു. 22-ാം അധ്യായം മത്തായി 22-ന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിലും ഇതേ കാര്യം ക്രിസ്തു മണവാളനാണെന്നുള്ളത് ചിത്രീകരിച്ചിരിക്കുന്നു. അതുകൂടാതെ 2 കൊരിന്ത്യർ 11-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷൻ. എഫേസ് ലേഖനം 5-ന്റെ 25 മുതൽ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടു.
27 വരെ, അല്ലെങ്കിൽ 32 വരെ എന്ന് വെച്ചു. എഫേഷ്യൻസ് 5:25-32. അവിടെ പൗലോസ്ലീഹ പറയുന്നു ക്രിസ്തുവാണ് മണവാളൻ. സ്തോത്രം, ക്രിസ്തുവാണ് മണവാളൻ. റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, റോമൻസ് 2:4, അവിടെയും പറയുന്നു ക്രിസ്തുവാണ് മണവാളൻ. ഇവിടങ്ങളിലെല്ലാം യേശു ക്രിസ്തുവിനെ സഭയുടെ കാന്തനായി, മണവാളനായി ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ വെളിപ്പാട് 19:7 നാം കാണുന്ന കുഞ്ഞാട് ക്രിസ്തുയേശു തന്നെ. സ്തോത്രം. നാം 5-ാം അധ്യായത്തിൽ, വെളിപ്പാട് 5-ാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ, പഠിച്ചതുപോലെ, വേറെ ആരും നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില നൽകിയിട്ടില്ല എന്നതിനാൽ, വേറെ ആരും നമുക്ക് വേണ്ടി സ്ത്രീധനം അല്ലെങ്കിൽ മുതൽ മുടക്കിയിട്ടില്ല എന്നതിനാൽ, ക്രിസ്തുവിനല്ലാതെ നമ്മെ അവകാശപ്പെടാൻ വേറെ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. അതിനുള്ള പഞ്ചമുറിവുകളുടെ അടയാളം ഇപ്പോഴും ക്രിസ്തുവിന്റെ ശരീരത്തിലുണ്ട്, നിത്യത മുഴുവനും ഉണ്ടായിരിക്കുമെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി. ഈ ഭാഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മണവാട്ടിയാര് അഥവാ കാന്തയാര്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദ ട്രയംഫന്റ് ചർച്ച്, ജയാളിയായ സഭയാണ് മണവാട്ടി. ദ ഹോലി ചർച്ച്, വിശുദ്ധീകരിക്കപ്പെട്ട സഭയാണ് മണവാട്ടി. സ്തോത്രം. ഇന്നലെ പറഞ്ഞതുപോലെ പാതിവൃത്യമുള്ള സഭയാണ് മണവാട്ടി. മണവാളനോടുള്ള ഭക്തിയും ഏകാഗ്രതയും പുലർത്തുന്ന ദൈവസഭയാണ് മണവാട്ടി. ജാരന്മാരെ വരിക്കാത്തവൾ, അന്യന്മാരെ സ്വീകരിക്കാത്തവൾ, who despise others against Christ, ക്രിസ്തുവിന് പകരം മറ്റാരെയും സ്വീകരിക്കാത്ത ഈ വിശുദ്ധ സഭയാണ് മണവാട്ടി. പ്രിയരെ, നമുക്കും സ്തോത്രം ആ മണവാട്ടി സഭയിൽ ഉൾപ്പെട്ടവരായി നമ്മുടെ മണവാളന്റെ വരവിനായിട്ട് നോക്കി പാർക്കാം. എപ്പോൾ വന്നാലും സ്തോത്രം നമുക്കൊരുങ്ങാം. സ്തോത്രം. കർത്താവിന്റെ വരവിൽ നാം പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാകാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അത് പ്രശ്നമില്ല. രാത്രിയോ പകലോ എപ്പോ വേണമല്ലോ, നമ്മൾ ഡ്യൂട്ടിയിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഉറപ്പാക്കുക, എപ്പോൾ കർത്താവ് വന്നാലും സ്തോത്രം നമുക്ക് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുന്നവരാകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തെ ഒരുക്കാം, അതിനായി നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.